രാജപ്രമുഖൻ ട്രോഫി ചെറുതന പുത്തൻചുണ്ടന്. ചമ്പക്കുളത്തിനും ആയാപറമ്പ് വലിയ ദിവാഞ്ചിക്കും 2-3 സ്ഥാനങ്ങൾ. ലൂസേഴ്സ് ഫൈനലിൽ ആയാപറമ്പ് പാണ്ടി ജേതാക്കൾ. കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടി നടന്ന ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ചെറുതന പുത്തൻചുണ്ടൻ ജേതാക്കൾ. സോളി വർഗീസ് ക്യാപ്റ്റനായി NCBC ആണ് തുഴഞ്ഞത്. 2-3 സ്ഥാനങ്ങൾ യഥാക്രമം ചമ്പക്കുളം, ആയാപറമ്പ് വലിയ ദിവാഞ്ചി വള്ളങ്ങൾ കരസ്ഥമാക്കി. മോൻസ് കരിയമ്പള്ളി ക്യാപ്റ്റനായി ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് ചമ്പക്കുളം ചുണ്ടനും, കാട്ടുനിലത്ത് ഗീവർഗീസ് എബ്രഹാം ക്യാപ്റ്റനായി നിരണം ചുണ്ടൻ വെൽഫെയർ അസോസിയേഷൻ ആയാപറമ്പ് വലിയ ദിവാഞ്ചിയും തുഴഞ്ഞു. ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനലിൽ പത്മകുമാർ PR പുത്തൻപറമ്പ് ക്യാപ്റ്റനായി UBC കൈനഗിരി തുഴഞ്ഞ ആയാപറമ്പ് പാണ്ടി വിജയിച്ചു. സുനിൽ ജോസഫ് വഞ്ചിക്കൽ ക്യാപ്റ്റനായി നടുഭാഗം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നടുഭാഗം ചുണ്ടൻ 2ാം സ്ഥാനത്തെത്തി. വെപ്പ് A ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരത്തിൽ വിജീഷ് വിജയൻ പുളിക്കൽ ക്യാപ്റ്റനായി കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബും ഫാൻസ് ക്ലബ്ബും തുഴഞ്ഞ അമ്പലക്കടവൻ 1ാം സ്ഥാനത്തും, അശ്വിൻ റോച്ച ചാക്കോ ക്യാപ്റ്റനായി നടുവിലെ പറമ്പിൽ കൾച്ചറൽ ഡെവലപ്മെന്റ് സെന്റർ ആൻഡ് സൊസൈറ്റി തുഴഞ്ഞ നവജ്യോതി 2ാം സ്ഥാനത്തും, രാജു കുര്യൻ ക്യാപ്റ്റനായി കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ മണലി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വെപ്പ് B ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരത്തിൽ സാംസൺ ചാക്കോ പെനഞ്ഞപ്പള്ളി ക്യാപ്റ്റനായ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ PG കരിപ്പുഴ 1ാം സ്ഥാനം നേടി. ഫാസി പുല്ലാങ്കുളം കൊടുപുന്ന ക്യാപ്റ്റനായിട്ടുള്ള കൊടുപുന്ന ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചിറമേൽ തോട്ടുകടവൻ, അർജുൻ മേപ്പുറം ലിനു തൈപ്പറമ്പിൽ ക്യാപ്റ്റനായിട്ടുള്ള BBC വൈശംഭാഗം തുഴഞ്ഞ പുന്നത്ര പുരയ്ക്കലും യഥാക്രമം 2-3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വിജയികൾക്ക് മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷും കുട്ടനാട് MLA തോമസ് K തോമസും ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് മൂലം വള്ളംകളി നടക്കുന്നത്. ചമ്പക്കുളം വള്ളംകളിയോടുകൂടി കേരളത്തിലെ 2025 ജലോത്സവങ്ങൾക്ക് തിരശീല ഉയരുകയാണ്. ന്യൂസ് ബ്യൂറോ I24.